അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു പച്ചമാങ്ങ അത് എടുത്തിട്ടുണ്ട്. വലിയ മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു മാങ്ങ എടുക്കുക. നല്ല വിളഞ്ഞിട്ടുള്ള മാങ്ങ വേണം എടുക്കാനായിട്ട്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തി മാറ്റാം. അപ്പോൾ മാങ്ങയുടെ തൊലിയെല്ലാം ചെത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ഗ്രേറ്റർ എടുക്കാം. ഗ്രേറ്ററിൻ്റെ വലിയ ഹോളിൽ കൂടി വേണം ഈ മാങ്ങ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ മാങ്ങയെല്ലാം ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1.5 കപ്പ് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതിനു പകരം ഏത് റൈസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഏകദേശം 300 ഗ്രാം അളവില് ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ബസ്മതി റൈസിന് പകരം കൈമ റൈസ് എടുക്കാം, അല്ലെങ്കിൽ ജയ അരി എടുക്കാം. ഏത് വെള്ള അരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നമ്മളെ മട്ട റൈസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് എടുക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പൊ അത് എടുക്കുകയാണെങ്കിൽ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഈ വെള്ളരിയിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. ഏത് വെള്ള അരിയും എടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. അരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നല്ല തിളപ്പിച്ചെടുത്ത വെള്ളമാണ്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. ഈ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എടുക്കുക. ഇതുപോലെ കപ്പ് അളവിലാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മളിതിൽ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് കപ്പിലായാലും ഗ്ലാസ്സിലായാലും നമ്മൾ എടുക്കുന്ന അരിക്ക് ഇരട്ടി വെള്ളമാണ് ഒഴിക്കേണ്ടത്. 1/2 കപ്പ് അരിക്ക് വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഉപ്പ് നോക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം, എന്നാൽ മാത്രമേ കറക്റ്റ് പാകത്തിനുള്ള ഉപ്പ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് 1-2 ടീസ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പരസ്പരം അരി ഒട്ടിപ്പിടിക്കാൻ നല്ല കറക്റ്റ് വേവിൽ നമുക്ക് വെന്ത് കിട്ടും. ഒന്ന് മിക്സ് ചെയ്യാം. തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ മൂടി വെച്ച് കൊടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ കേൾക്കുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പം അധികം എരിവില്ലാത്ത മുളകാണ്. എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ ഇട്ട് കൊടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് പരുവത്തിന് അരയ്ക്കേണ്ട, ചെറിയ തരികളോടുകൂടി അരച്ചെടുക്കാം. ഈ ഒരു രീതിക്ക് അരച്ചിട്ടെടുക്കുക. ഇപ്പൊ 2 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. കറക്റ്റ് പാകത്തിന് അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ നല്ല ചൂടാണ്. ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് നിരത്തി വെക്കാം. ഇതിന്റെ ചൂടൊക്കെ ഒന്ന് മാറണം. ഇനി ചൂടായി കിടക്കുന്ന ഒരു കടായിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യും എടുക്കാവുന്നതാണ്. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന്റെ നിറമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ചെറുതായിട്ട് ഇതിന്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് റോസ്റ്റ് ചെയ്തെടുത്ത നിലക്കടല ഒരു കൈപിടി അളവിൽ ഇട്ട് കൊടുക്കാം. പച്ച നിലക്കടലയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഇട്ട സമയത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു 6 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ മുഴുവനും ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചോറ് വേവിച്ച സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ചെടുത്ത തേങ്ങയുടെ കൂട്ടും കൂടി ഇട്ട് കൊടുക്കാം. 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം.
1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിൽ ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ വേറൊന്നും ചേർക്കാനില്ല. ഇനി നമ്മൾ ചൂട് മാറാൻ വേണ്ടിയിട്ട് വെച്ച ചോറ് മുഴുവനും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചോറ് മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യോ എണ്ണയോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എണ്ണയും നെയ്യൊന്നും ഒഴിക്കുന്നില്ല. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മെല്ലെ ഒന്ന് മിക്സ് ചെയ്യാം. ചോറ് പൊടിഞ്ഞു പോവാത്ത രീതിയിൽ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകൂടി ചോറ് നന്നായിട്ടൊന്ന് ചൂടാവണം. ഇപ്പം എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സായി ചോറൊക്കെ അതാ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മാങ്ങാച്ചോറ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം മാങ്ങയുടെ സീസണാണ്. നമുക്ക് വളരെ പെട്ടെന്ന് നല്ല അടിപൊളി ടേസ്റ്റിൽ മാങ്ങാച്ചോറ് റെഡിയാക്കി എടുക്കാൻ പറ്റും. വേറെ ഒരു കറിയുടെ ഒന്നും തന്നെ ആവശ്യമില്ല. ഇത് വെറുതെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ കണ്ടല്ലേ, ഒട്ടിപ്പിടിക്കാതെ എന്താ ചോറ് നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റ് ആണെങ്കിൽ അപാര ടേസ്റ്റുമാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പൊ പച്ചമാങ്ങ സീസണാണ്. ഇതുപോലെ പച്ചമാങ്ങ കിട്ടുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചോറ് തയ്യാറാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്